ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാൾ പെയിൻറ്റിങ് 2 അല്ലെങ്കിൽ വാൾ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകൾ കൂടിയുണ്ട് വീട്ടിൽ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. നല്ല വീടൊരു പഴയ ഒരു വീടാണ്. അപ്പം അതിൻ്റെ ജനലുകളും ഒക്കെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ജനലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്കുള്ളത്. അപ്പം ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ഒരു 3-4 ഒക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം പഴയതാണ്. അപ്പോൾ ഈ ഒരു പഴയ വീട്ടിൽ എങ്ങനെ നമുക്കതൊന്ന് മോഡിഫൈ ചെയ്യാമെന്നാണ് ഞാനൊന്ന് ആലോചിച്ചത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെറിയ രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡിഫിക്കേഷൻ വർക്ക്സും കാര്യങ്ങളും അതുപോലെ കുറച്ച് വാൾ ഡെക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ ഹാള്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തീരെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും. പണ്ട് തൊട്ടേ ഈ ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെയാണ് കിടന്നിരുന്നത്. ഇത് എങ്ങനെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് മാറ്റാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ പഴയ ഒരു ഡൈനിങ് ഹാള് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഓർത്തത്. അങ്ങനെ ഈ ഒരു ടേബിളും ചെയർസും എല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വൈറ്റ് പെയിന്റ് ആയിരുന്നു ഞങ്ങൾ വാളിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്ലൂ പെയിന്റ് അടിച്ചിട്ടേക്കുന്നതാണ്. ഇത് മൊത്തം ഒരു ബ്ലൂ ആൻഡ് ആഷ് തീം കോമ്പിനേഷനിൽ ചെയ്തെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്കിനി വർക്കിലേക്ക് പോകാം. ഈ ഒരു ബ്ലൂ പെയിൻറ്റിൽ നമ്മൾ പെയിൻറ്റ് സ്റ്റേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ബ്രിക്ക് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇതിപ്പോൾ ആദ്യത്തെ ആ ഒരു ബ്ലൂ കോട്ടിങ് നമ്മൾ കുറച്ചുകൂടി ഡാർക്കാക്കി എടുത്തു. അതുപോലെ ബ്രിക്കിലൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ പെയിൻറ്റിങ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു ലുക്കിലാണുള്ളത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഡാർക്ക് ബ്ലൂ കോട്ട് അടിച്ചിട്ട് ഇതൊരു ഡാർക്ക് കളറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് പേസ്റ്റ് ചെയ്യാം. വാൾ മിറർ സ്റ്റിക്കേഴ്സാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹെക്സാഗൺ ഷേപ്പിലുള്ള വാൾ സ്റ്റിക്കറാണിത്. ഇത് മിറർ സ്റ്റിക്കറാണ് ആക്ച്വലി. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബട്ടർഫ്ലൈയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിക്കറിൻ്റെ മുന്നിലും പുറകിലും സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ബാക്കിലെ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ആദ്യത്തെ ഒരു സെറ്റ് വാൾ സ്റ്റിക്കേഴ്സ് ആക്ച്വലി ഒരു പരീക്ഷണമായിരുന്നു. അത് ഏകദേശം ഒരു 14 സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ഷേപ്പൊക്കെ ട്രൈ ചെയ്ത് ലാസ്റ്റ് ഒരു ഷേപ്പിലേക്ക് എത്തിപ്പെട്ടു. ചെയ്ത് വന്നപ്പോൾ നല്ല രസം തോന്നിയതുകൊണ്ട് വേറെയും സ്റ്റിക്കേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാപ്പിൽ നമ്മൾ ഈ പെയിൻറ്റ് സ്റ്റേപ്പെല്ലാം റിമൂവ് ചെയ്യുകയാണ്. നമ്മൾ വൈറ്റ് പെയിൻ്റാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് കറക്റ്റ് ലൈനിൽ പെയിൻറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ലൈനായിട്ട് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. എങ്കിലും നമ്മളത് ചെയ്തു. ഈ ഒരു ബ്രിക്ക് പെയിൻറ്റിങ്ങിനും അതുപോലെ തന്നെ സ്റ്റിക്കർ പേസ്റ്റിങ്ങിനുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ക്യാപ്പിൽ നമ്മൾ ഒരു സെറ്റ് സാധനങ്ങൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സെറ്റ് സോഫയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആഷ് കളറും പിന്നെ ഒന്ന് നേവി ബ്ലൂ കളറിലുമാണ് ഉള്ളത്. പിന്നെ ജനലിനിടാൻ നമ്മൾ പുതിയ മോഡൽ കർട്ടൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുന്നത് അച്ചാച്ചൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള 2 സെറ്റ് ഫാൻസി ടേബിൾസ് ആയിരുന്നു. അത് അൺപാക്ക് ചെയ്യുന്നതാണിത്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത 2 സെറ്റ് കാർപ്പറ്റ്സ് ആണ്. ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കാർപ്പറ്റൊക്കെ ഇട്ട് ടേബിൾ മുകളിൽ വെച്ചപ്പോൾ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റിക്കേഴ്സ് പേസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളിനിയിപ്പോൾ അതിൻ്റെ മുകളിലുള്ള മിററിൻ്റെ മുകളിലുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഇപ്പം പറിച്ച് കളയാൻ വേണ്ടി പോകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടി വിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കളർ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ഞാനൊരു ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് കൊണ്ടാണ് ഞാനത് കളർ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് സ്പ്രേ പെയിൻ്റൊക്കെ നമ്മൾ സ്പ്രെഡ് ആവാതെ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അടിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ സൈഡിൽ ചെറിയൊരു ബോർഡ് പോലത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നു. ഒരു വൈറ്റ് ബോർഡ് പോലത്തെ സംഭവമുണ്ട്. അത് ഓൾറെഡി ഡിസൈൻ പോലെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് അടിച്ചുകൊണ്ട് തന്നെ ബാക്കിലൊരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ തെർമോക്കോളിൻ്റെ കുറച്ച് ബോൾസ് ഒക്കെ കട്ട് ചെയ്ത് അത് പെയിൻ്റൊക്കെ ചെയ്ത് ഒരു ഡെക്കറേഷൻ പോലെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് വാൾപേപ്പർ ഒട്ടിക്കുകയായിരുന്നു. ഒരു വാൾപേപ്പർ വാങ്ങി അത് ഒട്ടിച്ചു. പിന്നീട് നമ്മൾ ടി വിയുടെ ബാക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോസ്റ്റിക് ഫോംസ് ഒട്ടിക്കുകയാണ്. അക്കോസ്റ്റിക് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗണ്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും സ്കാറ്റേഡായി പോവാതിരിക്കാനും അതുപോലെ കറക്റ്റായിട്ട് നല്ലൊരു വോളിയത്തിൽ നമുക്ക് ആ ടി വിയുടെ ആ ഒരു സംഭവം എല്ലാം കൃത്യമായിട്ട് കേൾക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അക്കോസ്റ്റിക് ഫോം യൂസ് ചെയ്യണേ. ഫുൾ വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്
അല്ലെങ്കിൽ ഒരു ഷോ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറകിൽ അക്കൂസ്റ്റിക് ഫോം ആണ് ഒട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ഏരിയ നമുക്ക് ഇളകി ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് എടുത്തിട്ട് അതിൽ അക്കൂസ്റ്റിക് ഫോം സെറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഗമ്മുണ്ട് അക്കൂസ്റ്റിക് ഫോം നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സ്പ്രേ ഗം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ച ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് സ്പ്രേ ഗമ്മൊക്കെ അടിച്ചിട്ട് നമ്മൾ ആ ഫോമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ട്രിപ്പ് ഞാൻ ഒട്ടിക്കാൻ ശ്രമിച്ചത് ആദ്യം ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ട് മാത്രമാണ്. പക്ഷേ അത് നടക്കില്ല എന്ന് മനസ്സിലായി. ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ മാത്രം ലൈറ്റ് സ്ട്രിപ്പ് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ടി വിയുടെ പുറകിലും കൂടി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന അക്കോസ്റ്റിക് ഫോമിന് യൂസ് ചെയ്ത് ഗമ്മ് വീണ്ടും യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു അക്കോസ്റ്റിക് ഫോമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗമ്മ് വേറെയും കുറേ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു കറ പോലെ കാണുമായിരിക്കും. നമ്മൾ ആ സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ സൈഡിൽ കറ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്നാലും നന്നായിട്ട് ഒട്ടുന്ന ഒരു സ്പ്രേ ആണ്. ആ ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടുമാണ് നമ്മൾ ടി വിയുടെ പുറകിലുള്ള ലൈറ്റ് സ്ട്രിപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹാൾ ഏരിയയുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനിങ് ഹാളാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാനാണ് മെയിനായിട്ടുള്ളത്. ഇത് അത്യാവശ്യം മെസ്സി ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വാൾപേപ്പർ ഒട്ടിച്ച് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്ക് സ്റ്റൈലിലുള്ള വാൾപേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ട്രൈ ചെയ്യണത് കേട്ടോ. ഫസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന പരിപാടി ട്രൈ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ എടുത്തിട്ട് നമ്മൾ ഈ വാൾപേപ്പർ പേസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാൾ ഡെക്കർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഡ്രിൽ ചെയ്ത് കയറ്റുവാണ്. ഇതുകൂടാതെ വേറെയും കുറേ വാൾ ഡെക്കേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഹാൾ ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത്. ഇത് നമ്മുടെ ഹാളാണ്. നമ്മൾ ലൈറ്റൊക്കെ ഇട്ടു, അതുപോലെ തന്നെ കർട്ടനൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ള നമ്മുടെ ഹാൾ. ആഷ് ആൻഡ് ബ്ലൂ തീമിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം അങ്ങനെ തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ സോഫയാണെങ്കിലും അതുപോലെ കർട്ടൻ ആണെങ്കിലും പെയിൻറ്റിങ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ഹാളിൻ്റെ ടോട്ടൽ വ്യൂ വരുന്നത്. ടോട്ടലി എല്ലാം കൂടെ സെറ്റായി വന്നപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വാവക്കുട്ടൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്ത നമ്മുടെ ഹാളും അതുപോലെ തന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഹാളും ഒക്കെ തമ്മിൽ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായ ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഹാളിൻ്റെ പഴയൊരു ഫോട്ടോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത ചെറിയൊരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കട്ടനാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ടനാണ്. ത്രെഡ് കട്ടനാണിത്. ഇതിൽ ഇതിൻ്റെ ഇടയിൽ ബീഡ്സും ഷൈനിങ് ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീഷോയിൽ നിന്ന് വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ്. ഈ കട്ടൻ്റെ ക്ലോസ് വ്യൂ ആണിത്. നമുക്ക് തൊട്ടടുത്തുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ബീഡ്സ്, കളർ, ത്രെഡ്സൊക്കെ വരുന്നത്. നിങ്ങളിൽ പലർക്കും ഈ ത്രെഡ് കട്ടനെ കുറിച്ച് അറിയാമായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ത്രെഡ് കട്ടൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യുകയും ചെയ്യാം, എന്നാൽ അത് സെമി ട്രാൻസ്പെറൻറ്റ് ആണ് താനും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭംഗിയുണ്ട്. ഈ ഡൈനിങ് ഹാളിലെ മിറർ ഡെക്കറും അതുപോലത്തെ വാൾ ഡെക്കറും എല്ലാം നമ്മൾ ചെയ്തതാണ് കേട്ടോ. നമ്മളിത് വാൾ സ്റ്റിക്കർ ചെയ്തുകൊണ്ട് തന്നെ വേറൊരു ആംബിയൻസ് വന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഇവിടുത്തെ. ഇത് ഞാൻ കൊറോണ ടൈമിൽ ചെയ്തൊരു വാൾ പെയിൻറ്റിംഗ് ആണ്. ഇനി നമുക്ക് റൂമിൽ ചെയ്ത ചെറിയൊരു മോഡിഫിക്കേഷനും കൂടെ കണ്ടിട്ട് വരാം. ഇത് ഡിസൈനർ റോളർ വെച്ച് ചെയ്ത ഒരു വർക്കാണ്. അതിനോടൊപ്പം നമ്മൾ കർട്ടനും സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കർട്ടനെല്ലാം നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടി വ്ളോഗ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ ചെയ്ത ചെറിയ വാൾ ഡെക്കറും അതുപോലെ ഹോം മേക്കോറും ഹാൾ ഏരിയയും അതുപോലെ ഡൈനിങ് ഹാളും ഒക്കെ ഞാൻ ചെയ്ത ചെറിയ ചെറിയ വർക്കുകളാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം അടുത്ത വ്ളോഗുമായി കാണുന്നതായിരിക്കും. ബൈ.